വെൽക്കം വൺസ് അഗെയിൻ ടു മാസ്റ്റർ ഡയറക്ട് മാർക്കറ്റിംഗ് മൂന്നാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഒരു ഹോംവർക്ക് തന്നിരുന്നു. അത് എത്ര ആൾക്കാർ ചെയ്തോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ സൈക്കോളജിക്കൽ കാര്യങ്ങൾ, എങ്ങനെ ക്ലോസിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവർക്കും ഹെൽത്തിലേക്ക് പോകാം. പക്ഷെ ഇത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു കൺസെപ്റ്റുകാരനെ പോലും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. നോക്കാം. ഹോംവർക്ക് പറഞ്ഞ പ്രകാരം എന്തായിരുന്നു ഞാൻ പറഞ്ഞ ഹോംവർക്ക്? ഒരു 20 സെക്കൻഡിന്റെ ഒരു പരസ്യം നമ്മൾ നോക്കി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ മാർക്ക് ഇടാനോ ഒന്നും ഇല്ല. പക്ഷെ ഒന്ന് മാത്രമേ മനസ്സിലാക്കാൻ, ചെയ്തവർ എത്ര ആൾക്കാരുണ്ടെന്ന് ആണ് നിങ്ങൾക്ക് തന്നെ മാർക്ക് ഇടാം. ചെയ്യാത്തവർ ബാഡ് സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. എന്താ കാര്യം വെച്ചാൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യും. ഞാൻ ഇത് കോളേജുകളിൽ വെച്ചിട്ട് ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ വലിയ ഫീസ് കൊടുത്തിട്ടാണ് പലരും ചെയ്യാൻ. പക്ഷെ ഇത് ഫ്രീ കിട്ടുന്ന കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാത്ത. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പറഞ്ഞു എന്ന് മാത്രം. കാരണം എന്നെ സംബന്ധിച്ച് നമുക്ക് കൈ കൊടുക്കാന്ന് മാത്രമുള്ളൂ. കൈ കൊടുക്കുമ്പോൾ ആ കൈ പിടിച്ച് വളരേണ്ടത് ഓരോരുത്തരുടെ ആവശ്യമാണ്. അവൻ കൈ കൊടുക്കൂല എന്ന് പറഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഒരു വൈരക്കല്ല് വിൽക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ വൈരക്കല്ല് നമ്മൾ പച്ചക്കറി വിൽക്കണ മറ്റേ ആ തള്ളുവണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ കൂവിയിട്ട് പറയാണ്, വൈരക്കല്ലേ വൈരക്കല്ല്, വൈരക്കല്ലേ വൈരക്കല്ല്, 1,00,000 വൈരക്കല്ല്. ആരാ മേടിക്കുക? എല്ലാവരും കളിയാക്കും, ചിരിക്കും. വൈരക്കല്ല് തലയ്ക്ക് വല്ല വട്ടുണ്ടോ വൈരക്കല്ല് എന്ന് പറഞ്ഞിട്ട്? ഇല്ലേ? പക്ഷെ അതേ വൈരക്കല്ല്, അതേ ഡയമണ്ട് നിങ്ങൾ വലിയൊരു ഷോറൂമിൽ വെച്ച് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ അതിന്റെ പരസ്യങ്ങൾ കാര്യങ്ങൾ പറയണ സമയത്ത് ഇന്നെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഇടിവെട്ട് ഡയമണ്ട് എന്താ അതിന്റെ ഐശ്വര്യം, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ടെങ്കിലും ആൾക്കാർ വന്നിരിക്കും. മേടിച്ചില്ലെങ്കിലും കാണുകയും ചെയ്യണ്ടേ? നമ്മൾ എത്ര ആൾക്കാരാണ് അങ്ങനെ വലിയ ആഡംബര വണ്ടീന്റെ ഷോറൂമൊക്കെ കാണുമ്പോ നമ്മളൊന്നും അങ്ങോട്ട് കയറി ചെല്ലും. എനിക്ക് മേടിക്കാൻ പറ്റാണ്ടിരിക്കുക, അതല്ല വിഷയം. എനിക്ക് ആ വണ്ടി തൊടാൻ പറ്റുന്നു, അതിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ ഇല്ലേ? നമ്മളെല്ലാവരും ചെയ്യാറില്ലേ? മനസ്സിലാക്കാം, ഞാൻ എന്നെ പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാര് എന്റെ കൂടെ വരൂല. അതുകൊണ്ടായിരുന്നു ആ ഹോംവർക്ക്. ശരി, അടുത്തേക്ക് പോകാം. അത് എന്റെ കുറവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോംവർക്ക് കേട്ടോ. ഇനി അതെങ്ങനെ ക്ലിയർ ചെയ്യാന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വിശ്വാസം, ജനങ്ങൾ നമ്മുടെ കയ്യിൽ വിശ്വാസം എപ്പോഴാണ് വരണത്? അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അവർക്ക് നമ്മുടെ കയ്യിൽ വിശ്വാസം, അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടെ പ്രായം വിഷയമില്ല, ഇവിടെ ക്വാളിഫിക്കേഷൻ വിഷയമില്ല, ഇവിടെ നിങ്ങൾ ആരാണെന്ന് വിഷയമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ, നമ്മളിപ്പോ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ലീഡേഴ്സ് ഉണ്ട്, പല പാർട്ടി ഉണ്ട്. നിങ്ങൾ ചിന്തിച്ച അവരൊന്നും വലിയ ഹൈ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ആ വ്യക്തിയോട് വിശ്വാസമാണ്. ഇപ്പൊ അത് മതത്തിലാണെങ്കിൽ പോലും നമുക്ക് ആ വ്യക്തിയോട് വിശ്വാസമാണ്. കാരണം ആ വ്യക്തി എന്താവശ്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ആ വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കൂടെ ചെയ്തില്ലെങ്കിൽ പോലും അനേകർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് കൂടുതൽ താല്പര്യം തോന്നും. അത് വയസ്സായ വ്യക്തിയാണോ പാവപ്പെട്ടവനാണോ ഇപ്പൊ ഒന്നും വിഷയമില്ല. ആ വ്യക്തിയാണ് ഞാൻ എൻ്റെ പ്രസന്റേഷനിൽ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ, നന്മകൾ, ഇതാണ് എൻ്റെ ഒരു അച്ചീവ്മെന്റ്. ഞാൻ കോടീശ്വരനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും വിഡ്ഢിത്തരം പറയും, ഞാൻ ഇത്ര കോടി ഇന്ന കൺസെപ്റ്റ് നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികളാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. അങ്ങനെ വെച്ചെങ്കിൽ താൻ എന്താണ് ഇങ്ങോട്ട് വരണമെന്നുള്ള ചോദ്യം. അങ്ങനെ വെച്ചെങ്കിൽ താൻ എന്താണ് വേറെ കമ്പനി അന്വേഷിക്കുന്നത്? അപ്പോ അവിടെയാണ് നമ്മൾ ഒരാളെ അളക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ പറയാണ്, ഞാൻ കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റി ഇവിടെ ആയ കാരണം കൊണ്ടാണ് പറയുന്നത്. ആ കമ്പനി നല്ലതായിരുന്നു, പക്ഷെ ഇവിടെ ഒന്നുകൂടെ ബെറ്റർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആളോട് കൂടുതൽ ബഹുമാനം ഉണ്ടാവും ഇല്ലേ?
വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോളേജ് ഉണ്ടാവണം, പക്ഷെ കോൺഫിഡൻസ് എവിടെ നിന്ന് വരണം? നമ്മൾ ആ പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ. ഇനി നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ്? ആക്ച്വലി മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പലർക്കും വെറുപ്പാണ്. ഞാനൊരു കാര്യം ചോദിക്കാം, എന്താ മൾട്ടി ലെവൽ അല്ലാത്തത്? ഏതൊരു മതത്തിലാണെങ്കിലും ഒരു സീനിയർ ഒരു വ്യക്തി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 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 പതുക്കെ പതുക്കെ ഏറ്റവും താഴ്കട ഇതിൽ വർക്ക് ചെയ്യുന്നതും വ്യക്തികളുണ്ട്. പിന്നെ ആ കൂട്ടായ്മയിൽ ജോലി ചെയ്യുന്ന പല കൂട്ടായ്മകളുണ്ട്, അതും ആ ഇതായിട്ട് റിലേറ്റഡാ അല്ലേ? ഫാമിലി അങ്ങനെയല്ലേ? ഫാമിലിയിൽ ഒരു തലവനുണ്ട്, പിന്നെ ആളെ അനുസരിക്കുന്ന ഇതുണ്ട്, പിന്നെ അതിന്റെ മക്കളുണ്ട്, അങ്ങനെയാണ്. അവിടെ ഇതല്ലേ? എല്ലാം ഇത് തന്നെയാ. ഇപ്പൊ നമ്മൾ ടാക്സുകൾ കാര്യങ്ങൾ അടക്കണം, സ്റ്റേറ്റിന് അടക്കണം, സ്റ്റേറ്റ് കോർപ്പറേഷനിൽ അടക്കണം, കോർപ്പറേഷൻ പിന്നെ സ്റ്റേറ്റ്, അങ്ങനെ അവിടുന്ന് മുന്നോട്ട് പോയി അത് സെന്റർ വരെ പോകണം. എല്ലാതും ഇത് തന്നെയാണ്. അപ്പൊ അതല്ല നമ്മൾ നോക്കേണ്ടത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒരു നമ്പർ ഗെയിമാണ്. ഇതിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ആ എണ്ണം കൂട്ടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ വേണം. അങ്ങനെ അവരെ കൂട്ടത്തിൽ ഇതേപോലെ ചെറിയ ചെറിയ ആൾക്കാർ അങ്ങനെ ആയിട്ടാണ് നമ്മുടെ എണ്ണത്തിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോവാ. 1000 ആൾക്കാരെ മിനിമം അറിയാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം കല്യാണത്തിന് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തോരം ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ആണ്. ഇനി എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യില്ല. കാരണം 10% ആൾക്കാർക്ക് യഥാർത്ഥ ബിസിനസ് രക്തത്തിലുണ്ടാവും. ചിലവർക്ക് ബിസിനസ് ചെയ്യാൻ വലിയ താല്പര്യമാണ്, പക്ഷെ അവർക്ക് അതിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അത് കാരണം അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അവർക്ക് സാമ്പത്തികമില്ല, അവർക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനത്തെ വ്യക്തികളെ കിട്ടുമ്പോൾ അവർ പെർഫോം ചെയ്യും. അത് കാണുന്നത്, അത് അസസ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഡ്യൂട്ടി. അപ്പൊ കൊറെണ്ണം ജോയിൻ ചെയ്യും, കൊറെണ്ണം തലയില്ലാത്ത കോഴീനെ പോലെ പോകും. അപ്പൊ തല വെട്ടിയുടെ അവിടെ ഇവിടെയൊക്കെ തിങ്ങുന്നവർക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ ചത്തുകിടും. ജോയിനുകൾ നടന്നു, പക്ഷെ ടീമുണ്ടോ? ചത്തുപോയി. അപ്പൊ അതുകൊണ്ട് നിരാശ വിചാരിക്കരുത്. നമ്മൾ കൊണ്ടുവന്ന 100-ന് യഥാർത്ഥത്തിൽ 10% ഉള്ളിലാണ് ബിസിനസിന്റെ പവർ കിടക്കുന്നത്. ബാക്കിയുള്ളവർ വെറും സെയിൽസ്മാൻ ആയിരിക്കാം, കളയണ്ട, അവരും നിലനിർത്താം. ചിലവർ അവനവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം പഠിക്കില്ല, ഒരു വിഷയമില്ല, അങ്ങനത്തെ വ്യക്തികളും നമുക്ക് വേണം. പക്ഷെ യഥാർത്ഥത്തിൽ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഈ 10%. ആ 10%-ത്തിലത്തെ 10 ആൾക്കാർ കിട്ടുന്നവരെ നമ്മൾ പണിയെടുത്തേ പറ്റൂ. വിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് രണ്ടാളും സ്വപ്നം കാണും. ജയിക്കുന്നവരും തോൽക്കുന്നവരും സ്വപ്നം കാണും. തോൽക്കുന്നവരും സ്വപ്നം കണ്ട രാവിലെ എൻ്റെ സൂപ്പർ സ്വപ്നമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുടെ പഴയ ജോലിയിരിക്കുന്നു. പക്ഷെ വിജയിക്കുന്നവരെന്താ വെച്ചാൽ വെറും സ്വപ്നം കാണല്ല, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ആ തീരുമാനങ്ങൾ എടുക്കും. ഹിമാലയം കയറണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, എവറസ്റ്റിൽ കൊടി കുത്തണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? നമുക്ക് ആദ്യം അവിടെ വരെ പോകണം, അതിന്റെ ട്രെയിനിങ് എടുക്കണം, വർഷങ്ങൾ അതിൽ കഴിയും, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അത് കഴിയും, പിന്നെ അങ്ങനെ ഓരോ ക്യാമ്പുകൾ കയറി 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 ലാസ്റ്റാണ് അവിടേക്ക് എത്തുള്ളൂ. നല്ല എഫേർട്ടാ. പക്ഷെ എന്ത് നല്ല എഫേർട്ടാണെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാണ്ട് വെറും സ്വപ്നം മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല. പലപ്പോഴും പറയും മോട്ടിവേഷന്റെ സ്വപ്നം കാണും, നല്ലതാണ്. സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, ഞാൻ അതിന്റെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ കൂടെ പഠിക്കണം. അത് റെഗുലർലി ആ ആഗ്രഹം തെളിഞ്ഞ് 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 നമ്മൾ ആ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ നമുക്ക് താനെ അടുത്ത സ്റ്റെപ്പ് എടുക്കണം എന്ന് തോന്നൽ വരും. നമ്മൾ ആ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ മാത്രം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക് ഞാൻ ചെയ്യില്ല, ഞാനൊന്നുകൂടെ ആലോചിക്കട്ടെ, അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുമ്പോ നമ്മൾ കാരണങ്ങൾ കണ്ടെത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണങ്ങൾ കണ്ടെത്തലാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. നാളെ പോവാം, നാളെ അങ്ങനെ നോക്കാം, ഇന്നും മൂടില്ല, ഇനി രാത്രി ആര് ചെയ്യാനാ? പുസ്തകമൊക്കെ എഴുതണം, പരസ്യമൊക്കെ കാണണം, അത് മനസ്സ് ക്ലാസ് എടുക്കുന്ന മനസ്സാറ് അത് ആൾക്ക് പറയാനൊക്കെ എളുപ്പമാണ്, കയ്യിൽ സമയം ഉണ്ടാവും. എനിക്ക് അതിനുള്ള ബന്ധങ്ങളില്ലാന്ന്. ഭയങ്കര വലിയ വിലയുള്ള പ്രൊഡക്റ്റാണ്, അതൊക്കെ നാട്ടക്കന കേസല്ലെന്ന്. ഇനി ആൾക്കാർ എന്റെ ഇവിടെ പാവപ്പെട്ടവരാണെന്ന്, അവരൊന്നും ആരും ജോയിൻ ചെയ്യില്ല. ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് 1 ലക്ഷം കൊടുത്തിട്ട് പോലും ജോയിൻ ചെയ്ത ആൾക്കാർ അവരായത്. പക്ഷെ അവര് പറയണ കാരണം ആരും ചെയ്യില്ല, എങ്ങനെയാണ്? എന്താ അർത്ഥമുള്ള എന്റെ പക്ഷെ നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യുന്നോ അത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ എന്റെ കയ്യില് എന്റെ ഫെയിലിയറിന്റെ കാരണങ്ങൾ ഞാൻ കണ്ടെത്തണം.
ഇനി കാരണങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ, എൻ്റെ പ്രസന്റേഷനിൽ വല്ല കുറവുണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. ഇപ്പൊ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് സംശയങ്ങൾ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ 100% എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് നാളെ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ആ ഒരു വാക്ക് നിങ്ങൾ കൊടുക്കും. അറിവില്ല എന്നല്ല പറയുന്നത്. ഞാൻ പ്രസന്റിൽ എന്ന് വെച്ചിട്ട് ചോദിച്ചപ്പോൾ എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് 100% നിങ്ങളെ വിളിക്കുന്നതാണ്. അത് വലിയ ഉപകാരമാണ് സാർ. നിങ്ങളത് ചോദിച്ചതിന് എനിക്ക് വലിയ ഗുണം ചെയ്തു. കാരണം ഞാൻ അത്രയ്ക്കും ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷയില്ല. അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പതുക്കെ നമ്മൾ അവരെ മീറ്റിങ്ങുകളിലേക്കൊക്കെ ഇതിനെ നമുക്ക് കൊണ്ടുവരാം. ഞാൻ എൻ്റെ അപ്ലൈനെ ഞാൻ കൊണ്ടുവരട്ടെ. അവര് വിശ്വാസം ജയിക്കുമ്പോൾ മാത്രമേ, വിശ്വാസം ജയിക്കാന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ എന്താ പറഞ്ഞ, അവരെ പേഴ്സണൽ ലൈഫിൽ, അവരുടെ ഫാമിലി കാര്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും എന്ന് അവന് വിശ്വാസം വന്നാൽ മാത്രമേ ആള് നിങ്ങൾക്ക് ടൈം തരുള്ളൂ. ആൾക്ക് സൗകര്യമുള്ള ടൈം ആള് തരുള്ളൂ. ഇനി ആ ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ പരമാവധി ചെറിയ വിഷയത്തിൽ വന്ന് ക്ലോസിങ്ങിലേക്ക് കടക്കാൻ പഠിക്കണം. കഥകളെ പറഞ്ഞിങ്ങനെ മണിക്കൂർ കണക്കിന് ഇരുന്ന നിങ്ങൾ നഷ്ടപ്പെട്ടത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്രയ്ക്ക് മാത്രം പറഞ്ഞു. ലോട്ട്സ് ഓഫ് നോളേജ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് അറിവ് ഇമ്പോർട്ടന്റ് അല്ല. പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെ കുറിച്ച് പഠിപ്പിച്ച ആ വെൽനെസ്സിലോ അല്ലെങ്കിൽ ആ ടീം പഠിപ്പിച്ച സാധനം ഒക്കെ അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്യും. എന്താണ് ആന്റി ഓക്സിഡന്റ് അറിയില്ല, എന്താണ് ഓരോ കാര്യങ്ങൾ അറിയില്ല, വെച്ച് തകർക്കാണ്. എന്റെ മാഷ, അവിടെ നോളേജ് അല്ല ആവശ്യം, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ആണ് ആവശ്യം. നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതാണ് ആവശ്യം. അപ്പൊ പ്രസന്റേഷൻ ആക്റ്റീവ് വെക്കുന്ന സമയത്ത് ഇൻകം ഇമ്പോർട്ടൻ്റ് ആണോ? അല്ലേ അല്ല. ഇതിന്റെ ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ശരിക്കും ബോംബെയിൽ ആയിരുന്നു ഒരു അത്യാവശ്യം എന്നെ നല്ല പ്രായത്തിൽ. അപ്പൊ ബോംബെയിൽ ഈ ബിസിനസ് നടക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്ലോറ ഫൗണ്ടൻ, വീറ്റി സ്റ്റേഷൻ, അവിടെ ഒക്കെ. അവിടെ വാച്ച്, തുണി, അങ്ങനെയുള്ള പലതും, അതേപോലെ മറ്റേ ചീട്ടുകളി, അങ്ങനെ പലതും. പോലീസ് വരുമ്പോൾ അവർ എൻ്റെ ഓടും. പക്ഷെ അതേപോലെ കുറെ തരികിട പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന കുറെ കടക്കാരെ ഞാൻ കണ്ടു. അവരൊക്കെ തിക്കും തിരക്ക് പോവാണ്. വരൂ നോക്കൂ, ഇതിന്റെ അത്ഭുതം നോക്കൂ, ഇതിന്റെ പരീക്ഷണം നോക്കൂ. അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും കയറി ചെല്ലും. ഇതെന്താ സംഭവം എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് ചെല്ലും. നിങ്ങളൊന്നും മനസ്സിലാക്കാൻ, എന്തോ സംഭവം അവിടെ സംഭവിക്കുന്നെന്ന് ആണ് നമ്മൾ നോക്കാൻ ചെല്ലുന്നത്. നോക്കാൻ ചെല്ലുമ്പോൾ അവർ കാണിക്കുന്ന അത് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. ഒന്ന് നോക്കി കളഞ്ഞാലോ, വെറുതെ ഒരു റൗണ്ട് നോക്കിയാലോ എന്നുള്ളൊരു നമ്മുടെ തോന്നൽ പോലും വരും. അതാണ് ഞാൻ പറഞ്ഞത്. ആ എക്സൈറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ആ എക്സൈറ്റ്മെന്റിനെ കണ്ടിന്യൂവേഷനിൽ വെക്കാൻ പഠിക്കണം. നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് അവിടെ കിടന്നുറങ്ങിയാൽ പോരാ. ആ എക്സൈറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്ക് ഹൈപ്പ് കൊടുക്കണം. നോക്ക്, നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തവർ ഇങ്ങനെയാണ്. അതും വിചാരിച്ചത് കുഴപ്പമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഫുൾ ടൈം അവരെ ഇതിൽ ക്ലാസ്സുകൾ, മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ്, ബോറടിപ്പിച്ച് കൊല്ലരുത്. അവരെ എക്സൈറ്റ്മെന്റിൽ നമ്മൾ വെക്കുക. അപ്പൊ പ്രോസസ്സിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഈ പ്രോസസ്സിനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോവാൻ. അപ്പൊ ലവ് ദ പ്രോസസ്. അതിനെ വീണ്ടും 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 ആ പ്രോസസ്സ് ചെയ്യാൻ മടിക്കരുത്. 1000 ആൾക്കാരല്ല, 1,00,000 അല്ല, മടുപ്പ് തോന്നരുത്. നമ്മളതാണ്. ആരാണ് വേണ്ടാന്ന് വെക്കുന്നതെന്ന് അറിയണ്ട. നിങ്ങൾക്ക് ആരാ വേണ്ടെന്ന്? പൈസ മാത്രം ആഗ്രഹിച്ച് വന്ന വ്യക്തികൾ 90% കുറ്റി. കാരണം അവന് പ്ലാൻ അറിയില്ല, അവന് പ്ലാൻ പഠിച്ചിട്ടില്ല, അവന് പ്രസന്റേഷൻ അറിയില്ല, അവന് കമ്പനീനെ അറിയില്ല. വെറും പൈസ മാത്രം ആഗ്രഹിച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത കാരണം കൊണ്ട് അവൻ കുറെ ആൾക്കാരെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവര് നിലനിൽക്കൂല. പതുക്കെ അവന് നിരാശ കിടക്കും. ഇത് മുന്നോട്ട് പോകണില്ല എന്നുള്ള ഒരു തോന്നൽ കാരണം കൊണ്ട് പതുക്കെ അവൻ അത് വേണ്ടാന്ന് വെക്കും. കാരണം നിങ്ങൾ പഠിപ്പിച്ചത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നിങ്ങൾ അവിടെ അവരെ ഫ്യൂച്ചർ സെറ്റിൽ എങ്ങനെ ചെയ്യണം, അവരെ ആവശ്യങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു കുടുംബത്തിൽ ഇന്ന സാലറി കിട്ടണല്ലോ, അവർക്ക് എക്സ്ട്രാ ഇത്രയ്ക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് ഏത് വിറ്റാൽ അവർക്ക് കിട്ടും, ഇന്ന സാധനം വിൽക്കാൻ പറ്റും, അവരെ കപ്പാസിറ്റി നോക്കുക. ചെറിയ സാധനം മാത്രം ഓക്കെ വിടരുത്. എന്നിട്ട് പതുക്കെ നമുക്ക് അവരെ ആഗ്രഹങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. നമ്മളവിടെ എന്താണ്
ആ പ്രോസസ്സിനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. എങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിച്ചാലാണ് വിജയിച്ച ആൾക്കാർ, പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സും, നിങ്ങൾ ഞാൻ പറയുന്നത് സത്യമാണല്ലോ, എല്ലാ ലീഡേഴ്സും ഈ പ്രോസസ്സ് ഇന്നും കണ്ടിന്യൂഷൻ വെച്ച ആൾക്കാർ. പലർക്കും സീലിംഗ്, ഡെയിലി സീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്, അമ്മാല അവർ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ മിണ്ടാണ്ടിരുന്നിട്ടില്ല. പക്ഷെ ചില ലീഡേഴ്സ് എന്താ ചെയ്യുക, ആ പ്രോസസ്സ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ലെവൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി ആ ടീം താനെ പൊക്കോളും എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാണ്ട്. എന്താ ഉണ്ടായെന്നറിയോ? അങ്ങനത്തെ ലീഡേഴ്സ് കമ്പനിയിൽ നിന്ന് പോയി. അങ്ങനത്തെ ലീഡേഴ്സ് താനെ ക്വിറ്റ് ചെയ്യും. അങ്ങനത്തെ ലീഡേഴ്സിന്റെ ടീം ക്വിറ്റ് ചെയ്യും. നമ്മുടെ ടീം എൻ്റെ കൂടെ തന്നെ നിൽക്കണമെങ്കിൽ ഞാൻ ഫുൾ ടൈം എക്സൈറ്റഡ്, ഫുൾ ടൈം അവരെ കൂടെ ഉണ്ടാവണം, വളരെ അറ്റം എത്തുന്നവരെ ഉണ്ടായേ പറ്റൂ. ഇത് വലിയൊരു സീക്രറ്റ് ആണ് ഞാൻ പറയുന്നത്. ഇത് പണ്ട് ഞാൻ എടുത്ത ഒരു കമ്പനിയുടെ ഒരു ഫോട്ടോഗ്രാഫാണ്. അന്ന് ഇത്രയ്ക്ക് മാത്രം ലീഡേഴ്സ് ഉണ്ടെന്ന് ഇന്ന് ആ സ്ഥാനത്ത് ഏകദേശം 30,000 ആൾക്കാർ ആക്റ്റീവില് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെ ഫുൾ ടൈം ആക്ടിവേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കാം. ഒരുപാട് ഉദാഹരണത്തിൽ നിന്നാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് 20 ദിവസത്തിന്റെ ഏകദേശം കോഴ്സ് ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം, ഇത് പല ഇതുകൾ, ഡിഗ്രികൾ, മാസ്റ്റർ ഡിഗ്രികൾ പഠിപ്പിക്കുന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാരണം കൊണ്ട് നിങ്ങൾ തള്ളിക്കളയാണെങ്കിൽ നിങ്ങൾക്ക് പോയി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. വിഷയമില്ല. സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്തത് കാണാൻ തന്നെ പറയണം. ഇതിന്റെ ലാസ്റ്റിൽ എന്തായിരുന്നു നിങ്ങൾ ചോദിക്കണം, അവർ പഠിച്ചോ അല്ലയെന്ന് നിങ്ങൾ ചോദിക്കണം. എന്നാലാണ് അവരെ തലയിൽ എന്തെങ്കിലും കയറിയോന്ന് മനസ്സിലാവുള്ളൂ. പല ആൾക്കാരും ഓൺലൈനൊക്കെ വരുന്ന സമയത്ത് എനിക്കറിയാം, അവരൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടാവും, ഓൺ ചെയ്തിട്ട് വെക്കും, എന്നിട്ട് അവരെ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു ചാനൽ നോക്കുന്ന സമയത്ത് ഏകദേശം 3000-4000 ആൾക്കാരൊക്കെ ഇത് നോക്കിയിട്ടുണ്ട്. പക്ഷെ വ്യൂ ടൈം ഞാൻ നോക്കിയപ്പോ ആരെത്ര ക്ലാസ് നോക്കിയിട്ടുണ്ടെന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ 3% ആൾക്കാർ മാത്രമേ ഫുൾ ക്ലാസ് കേട്ടിട്ടുള്ളൂ. ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്. വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ പ്രസന്റ് ചെയ്യാം. വെറും 3% ആൾക്കാരെ ഫുള്ള് ഇതുകൾ കേട്ടിട്ടുള്ളൂ. സങ്കടം ഉണ്ടോ അത് പറയുമ്പോ? അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഒരു സർവീസ് കിട്ടുമ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അത് പഠിച്ച് മുന്നോട്ട് പോയില്ല പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടാം? എന്നിട്ട് നമ്മൾ പറയും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കിടന്ന് കരയണം, എന്തർത്ഥം? ഇവിടെ സച്ചിൻ തെണ്ടുൽക്കർ കരഞ്ഞിരുന്നു എന്ന് റിട്ടയർമെന്റ് കിട്ടുന്ന ദിവസം മാവിട്ട് കരഞ്ഞു. ഞാൻ ആ റെക്കോർഡിങ് കണ്ട വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം കരഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക, അദ്ദേഹത്തിന് ഓരോ മാച്ചുകളിൽ നിന്ന് കിട്ടുന്ന തുകയല്ലായിരുന്നു ഇത്ര വിഷയം. അദ്ദേഹത്തിന് പൈസയെ വേണ്ട, അതിന് മാത്രം ആള് ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ആള് കരഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് എന്നും ആ ടോപ്പ് ലീഡറായി മാറണമേ, ഞാൻ എന്നും അറിയപ്പെടാവുന്ന ഒരു വ്യക്തിയായി മരണം വരയ്ക്ക് എനിക്ക് നിലനിർത്തണം എന്ന് ആഗ്രഹം. അതെനിക്ക് സാധിക്കുന്നില്ലല്ലോ, പക്ഷെ മറ്റുള്ളവർക്ക് വഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ആള് കരഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? സക്സസ് ആയിരുന്നു ആളുടെ ടാർഗറ്റ്, പൈസ ആയിരുന്നില്ല ടാർഗറ്റ്. ഒരുവിധം എല്ലാവരുടെ കഥകളും ഇങ്ങനെ തന്നെയാണ്. ഏത് വിജയിച്ച ആൾക്കാർ കേട്ടാ. അപ്പൊ ആരെ റിക്രൂട്ട് ചെയ്യണമെങ്കിലും നല്ല മനസ്സോടുകൂടി സത്യം പറഞ്ഞിട്ടേ റിക്രൂട്ട് ചെയ്യാവും. നുണ ദയവ് ഇത് പറയരുത്. നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ പറയരുത്. നിങ്ങൾക്ക് പറ്റാത്ത ടൈമിങ് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ പറയരുത്. നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നുണ പറഞ്ഞിട്ട് വിൽക്കരുത്. വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്ത സെയിലിന് അത് തടസ്സമായി മാറുമെന്ന് ഗ്യാരണ്ടിയാണ്. ഇന്ന പ്രൊഡക്റ്റിന് ഇത്രയ്ക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, ഇത്ര ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ എന്താ വിഷമം? പക്ഷെ ഇതിന്റെ സക്സസ് റേറ്റ് 80% ആണെന്ന് പറയാൻ എന്താ വിഷമം? ഇന്ന പ്രൊഡക്റ്റിന് പല അലർജികളുണ്ട്, അത് പഠിപ്പിക്കുന്ന ആള് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് പറയുമ്പോൾ അത് പറയാതെ നേരിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാണ്. അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ അവർ ആ പ്രൊഡക്റ്റ് റിജക്ട് ചെയ്യാണ്. അവർ 10 ആൾക്കാരോട് പറയണം അത് കാരണം കൂടി എനിക്ക് പ്രശ്നം ഉണ്ടായത്. ആർക്കാ പോയേ? നുണ പറയരുത്, സത്യമേ പറയാവൂ. 100% വിജയിക്കും. ഇത്ര ആൾക്കാർക്ക് അത്ഭുതം കിട്ടി.
കണ്ണിന് ഒരാൾക്ക് കാഴ്ച കിട്ടി, ഒരാൾക്ക് കിട്ടിയിട്ടില്ല, ബാക്കി ഒരുപാട് ആൾക്കാർ കൊടുത്തു, ആർക്കും കിട്ടിയില്ല, ഒരാൾക്ക് കിട്ടി, 1%. പക്ഷെ എന്നാലും അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് സത്യങ്ങൾ പറയുന്നത്. എന്നിട്ട് അവരെ ബോധിപ്പിക്കുക. എന്താ കാര്യം വെച്ചാൽ, ഞാൻ എന്തായാലും ഇത് ലൈഫ് ടൈമാണ്, എൻ്റെ കൂടെ നിൽക്കണം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കാൻ പറ്റും, ഇത് നമ്മൾ ചോദിക്കണം. നിങ്ങളാണ് അവരെ മാതൃക. ഇവിടെ കമ്പനി അല്ല കേട്ടോ മാതൃക, ഇവിടെ ട്രെയിനർ അല്ല മാതൃക, ഇവിടെ നിങ്ങൾ ആ ലീഡറാണ് എക്സാമ്പിൾ. ആ ലീഡറാണ് അവരെ കൂടെയുള്ള വ്യക്തികളുടെ മുന്നിൽ വലിയൊരു വ്യക്തിയായി മാറുന്നത്. എല്ലാ ഓഫറുകളും നമ്മൾ വിജയിക്കാൻ പഠിക്കണം. കമ്പനി കൊടുക്കുന്ന എല്ലാ ഓഫറുകളും ആ ലീഡർ അച്ചീവ് ചെയ്യണം. കാരണമുണ്ട്, ആ ലീഡർ അത് അച്ചീവ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവർ ഫോളോ അപ്പ് ചെയ്യുള്ളൂ. ചില കമ്പനികളുടെ പ്ലാനിൽ എങ്ങനെയാ വെച്ചാൽ, ആര് വർക്ക് ചെയ്താലും ലീഡറിന് ഇൻകം കിട്ടും. അങ്ങനെയല്ല, അത് റൈറ്റ് അല്ല. ആ ലീഡറും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ കൂടെ ഉള്ളവർ വർക്ക് ചെയ്യുള്ളൂ. ആ ലീഡർ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ആ ആൾക്കാർ കൂടെ പ്രൊഡക്റ്റ് മേടിക്കുള്ളൂ. ഒരു ലീഡർ എന്നോട് ചോദിച്ചു, സാർ ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുണ്ടോ, ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ഇത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്ന് ആളോട് പറഞ്ഞ് ബോധിപ്പിക്കാൻ എനിക്ക് ആവശ്യമേ ഉണ്ടായി. കാരണം എനിക്കത് ആ ചോദ്യത്തിലെ എനിക്ക് മനസ്സിലായി ആരുടെയാണ് പ്രശ്നം. ഇന്ന് ആ വ്യക്തിന്റെ കൂടെ ആളുടെ ടീമും ഇല്ല. കാരണം ഞാൻ ചെയ്താലല്ലേ എന്റെ കാര്യങ്ങൾ മുന്നോട്ട് അനുസരിക്കുള്ളൂ. ഞാൻ അത് ചെയ്യാതെ എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഞാനോ തെറ്റായ വഴിക്ക് പോയിട്ട് നിങ്ങളോട് പറയണം നേരെ ആവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അനുസരിക്കുമോ? എന്താ അർത്ഥമുള്ള? അപ്പൊ ആദ്യം ആര് കറക്റ്റ് ആണ്? ഞാൻ തന്നെ കറക്റ്റ്. ഞാൻ നേരത്തെ വന്നാലല്ലേ ബാക്കിയുള്ളവർ നേരത്തെ വരുള്ളൂ. എന്നിട്ടും വരാത്തവരാണെങ്കിൽ അത് അവര് നമ്മളെ അത്രയ്ക്ക് റെസ്പെക്ട്, നമ്മളെ മാത്രമല്ല ആ ടീമിലുള്ള എല്ലാവരെ അവർ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്നു. ഇതാണ് അതിന്റെ പ്യുവർ ഇത്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾ ടൈമും പാലിക്കും. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡെഡിക്കേഷൻ, നിങ്ങൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും, നിങ്ങൾ ഹോംവർക്ക് ചെയ്യും, നിങ്ങളെല്ലാം ചെയ്യും. ഡിറ്റർമിനേഷൻ ആണ് തീരുമാനം. ഇവിടെ ഒരാളെ വീണ്ടും ഇനി ആരാണെങ്കിൽ പോലും ഞാൻ അവരെ സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളയാറില്ല. കാരണം നാളെ ആരാണ് അത്ഭുതമാവാന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് കൺസെപ്റ്റുകൾ ഇത് കണ്ടു. ബ്ലൈൻഡായിട്ട് പുച്ഛിക്കേണ്ട ആവശ്യമില്ല. അവരൊന്ന് സൈഡാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേദനിപ്പിക്കരുത്. എന്തായാലും എനിക്ക് രക്ഷപ്പെടണം. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ടൈം ഇല്ലാത്ത കാരണോട് സമയമുള്ള സമയത്ത് ഒന്ന് വിളിച്ചോളൂ. ഞാൻ അതുവരെ ഇങ്ങനെ വർക്ക് ചെയ്യാണ്. നിങ്ങളെ എപ്പോൾ വിളിക്കണോ നമുക്ക് ആ സമയത്ത് അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ വർക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷെ സമ്പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത്. ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പണ്ടൊരു ട്രാക്ടർ മാത്രം ഉണ്ടാക്കിയിരുന്ന ഒരു വ്യക്തിയുണ്ട്, പാവം, ഒരു സാധാരണ ഒരു മനുഷ്യൻ. ട്രാക്ടർ ഉണ്ടാക്കലാണ് ആളുടെ ജോലി. ആ ട്രാക്ടർ ഉണ്ടാക്കുമ്പോൾ അന്ന് ഏറ്റവും അടിപൊളി വണ്ടി ഉണ്ടെന്നോ, ഫെറാറി. ഫെറാറി ഇന്നും ഉണ്ട് ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഫെറാറി ഒരു ഇടിവിട്ട് വണ്ടിയാണ്. ഈ ഫെറാറി വണ്ടീന്റെ എന്തോ ഫോൾട്ടുകൾ കണ്ടുപിടിച്ചിട്ട് ആൾ ആ കമ്പനിയിൽ പോയിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ഈ ഫെറാറി വണ്ടി നിങ്ങൾ ഇറക്കിയിട്ടില്ല, അത് അങ്ങോട്ട് പെർഫെക്ഷനിൽ വരണമെങ്കിൽ ഇന്ന മാറ്റങ്ങൾ കൂടെ വരുത്തിയാൽ നിങ്ങൾക്ക് അത് ഗുണമായിരിക്കും എന്ന ആള് അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞപ്പോ അവര് കളിയാക്കി അവനെ. എന്നിട്ട് അവർ പറഞ്ഞു, താൻ ആദ്യം തന്റെ ട്രാക്ടർ നോക്കണോ, ഇത് തനിക്ക് പറ്റിയ ഫീൽഡ് അല്ല, ഇത് ആഡംബര വണ്ടിയാണ്, എന്നിട്ട് ഇതിന്റെ കുറവ് കാണിക്കാൻ നിനക്ക് എന്ത് ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞപ്പോ അന്ന് ആ മനുഷ്യൻ ഒരു വാശിക്ക് ഇറങ്ങിയതാണ്, തീരുമാനിച്ചതാണ്. എന്നിട്ട് കുറച്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ആള് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയതാണ്. ആളുടെ പേരാണ് ഫെറൂഷിയോ ലംബോർഗിനി. ആള് ഇറക്കിയിരിക്കുന്ന കാറാണ് ലംബോർഗിനി. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഈ ലംബോർഗിനിനെ കുറിച്ചിട്ട് അറിയാം അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം, ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഇത് വലിയ വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അറിവുള്ള പല വലിയ വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അവരെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാണ്ടോ എന്തോ പല കാരണങ്ങൾ അവിടെ ഉണ്ടായി. അവര് ലാസ്റ്റ് നമ്മുടെ ഈ കൺസെപ്റ്റിൽ വരണേന് പകരം ചില വ്യക്തികൾ വെറുപ്പിച്ച കാരണം കൊണ്ട് അവർ വേറൊരു കൺസെപ്റ്റിൽ പോയിട്ട് അതിൽ വളരെ ഹൈ ലെവലിലേക്ക് അവരെത്തി. ഞാൻ ഒരുത്തൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ വെറുപ്പിക്കുകയാണെങ്കിൽ
നാളെ വ്യക്തി ഒരു പക്ഷെ ഡയമണ്ട് ആവേണ്ടതാ, അത് വേറൊരു കമ്പനിയിലേക്ക് ചിലപ്പോൾ പോകുമ്പോൾ അവിടെ ഡയമണ്ട് ആവും. പക്ഷെ നഷ്ടപ്പെടുന്ന ആ ലീഡറിനാ. അതുകൊണ്ട് ഞാൻ ആവുന്നതും ഒരാളെ പോലും മോശമായി പരിഹസിക്കുകയൊന്നും ചെയ്യില്ല. ഒരു പക്ഷെ അവരെ വഴിക്കായിരിക്കും ഒരു ഡയമണ്ട് വരാൻ കിടക്കുന്നത്. ഒരിക്കലും മുൻകൂട്ടിയിട്ട് അളക്കല്ലേ ഒരാളെ. എല്ലാവരെ കയ്യിലാക്കി നടക്കാൻ പഠിക്കണമെന്നാണ് വലിയ ലെവലിലേക്ക് എത്താം. ഒരുപാട് ക്ഷമ, ഒരുപാട് സമാധാനം, ഒരുപാട് നല്ല വാക്കുകൾ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും മോശമായ വാക്കുകൾ, കാര്യങ്ങൾ അടിച്ചങ്ങോട്ട് പറയല്ലേ. ഇതൊക്കെ പറയാതെ ഇരിക്കാൻ സാധിക്കട്ടെ. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100% സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാതെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് ക്ലാസ് ആണ്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു ഇതാണ് ഇത്. 2 വർഷത്തെ ഒരു കോഴ്സിനെ ഞാൻ ഒരു 10-20 ദിവസം കൊണ്ട് ഞാൻ തീർക്കുന്നതാണ്. എല്ലാ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റില്ല, നിങ്ങൾക്കും സമയമില്ല, എനിക്കും സമയമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് മാക്സിമം ബെസ്റ്റ് ചെയ്യാം. ഏത് കൺസെപ്റ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആരാണെങ്കിലും രക്ഷപ്പെടട്ടെ. എൻ്റെ മനസ്സ് അത്രയും ഓപ്പൺ ആണ്. ഞാൻ ചെയ്യുന്ന കൺസെപ്റ്റിൽ അവർ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അവർക്കും നന്മ വരട്ടെ. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഏതിലാണെങ്കിലും നമ്മുടെ ആ കമ്പനീനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എവിടെയാണ് ബെറ്റർ, അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ ഞാൻ വിജയിച്ചാൽ മാത്രമേ അവർ കേൾക്കുള്ളൂ. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ വിജയിക്കാതെ വെറുതെ ആ കമ്പനീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയേ വേണ്ട. നിങ്ങളുടെ വിജയമാണ് കേൾക്കാൻ താല്പര്യം. ആ വിജയത്തിൽ എത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ഞാൻ അടുത്തന്നെ ഇടുന്നതാണ്. ഇത് മലയാളം ഹിന്ദിയിൽ മാത്രമേ ഞാൻ ഇറക്കുള്ളൂ. ഈ 2 ഭാഷ മതി ഇന്ത്യ മൊത്തം കവർ ചെയ്യാനും അതുപോലെ മലയാളത്തിലുള്ള കവറേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ രാജ്യക്കാരാണ് എനിക്ക് കൂടുതൽ വലുത്. വിദേശികൾ പതുക്കെ നോക്കിയാൽ മതി. അവർക്ക് ഓൾറെഡി ഈ കാര്യങ്ങൾ അറിയാം. ലോകം മൊത്തം നെറ്റ്വർക്കിംഗ് അവരെ രക്തത്തിലുള്ളതാണ്. ട്രംപിന് പോലും ട്രംപ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് അണ്ടറിൽ 2 കമ്പനികളുണ്ട്. രക്ഷപ്പെടാത്തത് നമ്മുടെ ഇത്രയും വലിയൊരു രാജ്യമാണ്. 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നമുക്ക് വിദേശത്തേക്ക് പോയി നമ്മുടെ കൂടി മറ്റുള്ള രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണെന്ന് മാത്രം. പറഞ്ഞ പോലെ ഹിമാലയത്തിലേക്ക് ഞാൻ കാല് വെച്ചിട്ടുള്ളൂ. എവറസ്റ്റിലേക്ക് കയറുന്ന എൻ്റെ തീരുമാനം. എൻ്റെ കൂടെ എത്ര ആൾക്കാർ നിൽക്കും, അവര് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഇതിൽ വീണ്ടും കാണാം. താങ്ക് യു.